ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എണ്ണയൊന്നും ഇല്ലാതെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളത് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ മിക്സിയുടെ ഒരു ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി നമുക്കിതിലേക്കൊരു 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏലക്കാപ്പൊടി ഞാനിത് പഞ്ചസാര ചേർത്ത് പൊടിച്ചെടുത്തിട്ടുള്ള പൊടിയാണ് കേട്ടോ. വെറും ഏലക്കാപ്പൊടി മാത്രമാണെന്നുണ്ടെങ്കിൽ 1/4 ടീസ്പൂൺ തന്നെ മതിയാവും. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് പാലും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ ഇതിവിടെ നന്നായിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് ഞാൻ മറ്റൊരു ബൗളിൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങ 1/2 കപ്പ് മുതൽ 1/4 കപ്പ് വരെ ആയാലും കുഴപ്പമൊന്നുമില്ല. തേങ്ങ കുറച്ച് കൂടുതൽ ഉണ്ടാകുമ്പോഴുള്ളൂ കേട്ടോ, കുറച്ച് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് ഇത്രയും ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിട്ടുള്ള മുട്ടയും പാലും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു മിക്സ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഒരു സ്പൂണോ കയ്യിലൊക്കെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. ഈ റവയൊക്കെ ഒന്ന് കുതിർന്ന് വരണം. അപ്പോൾ ഇതിവിടെ കുതിർന്ന് വരട്ടെ. ആ ഒരു സമയം കൊണ്ട് നമുക്കൊരു കാരമൽ റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കൊന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. പിന്നെ ഹൈ ഫ്ലെയിമിൽ വെക്കരുത് കേട്ടോ, പെട്ടെന്ന് തന്നെ പഞ്ചസാര കരിഞ്ഞു പോകും. അപ്പോൾ കയ്പ്പ് രസമാവും വരിക. അപ്പോൾ നമ്മൾ സാവധാനം ഒരു മീഡിയം ഫ്ലെയിമിൽ ലോ ഫ്ലെയിമിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് മെൽറ്റ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ഈ ഒരു കളറായിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫാക്കിയിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ ഏത് പാത്രത്തിലാണോ ഇത് വേവിച്ചെടുക്കുന്നത് ആ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്ത ഉടനെ തന്നെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം കേട്ടോ എല്ലാ ഭാഗത്തേക്കും, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് കട്ടയായിട്ട് വരും. ഇപ്പോൾ നമ്മുടെ മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ റവയൊക്കെ നന്നായിട്ട് കുതിർന്ന് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് തന്നെ കുറച്ച് കൂടുതലായിട്ട് ടൈറ്റ് ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ കുറച്ച് ലൂസാക്കുകയാണെന്നുണ്ടെങ്കിൽ പാലൊഴിച്ച് കൊടുത്തിട്ട് ലൂസാക്കി എടുക്കാം. അതുപോലെ വറുത്ത റവയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ടൈറ്റായിട്ട് വരും. ഈ ഒരു ഇതുണ്ടാക്കാം നല്ലത് ഏറ്റവും വറുക്കാത്ത റവയാണ് കേട്ടോ. വറുക്കാത്ത റവ ആകുമ്പോൾ കൂടുതലായിട്ട് അങ്ങനെ പാലിൻ്റെ അംശം വേണ്ടി വരില്ല, വെള്ളത്തിൻ്റെ അംശം വേണ്ടി വരില്ല. എന്നിട്ട് നമ്മൾ ഈ ഒരു കാരമൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് മാവ് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് വേവിച്ചെടുക്കണം. ഒഴിച്ചു കൊടുത്തിട്ട് ഇതിൻ്റെ മുകൾ വശം ഒന്ന് ഇതുപോലെ നിരത്തി കൊടുക്കുക കേട്ടോ. പിന്നെ ഈ ഒരു ഗ്ലാസിൻ്റെ പാത്രം തന്നെ വേണമെന്നില്ല, ആവി കയറ്റിയെടുക്കുകയാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ അലുമിനിയം പാത്രമോ സ്റ്റീൽ പ്ലേറ്റോ ഏതായാലും കുഴപ്പമില്ല. അപ്പോൾ ഞാനിവിടെ സ്റ്റീമറിൽ വെച്ചിട്ടുള്ള വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ തട്ട് വെച്ച് കൊടുത്തിട്ട് ഇതിലിറക്കി വെച്ച് അടച്ച് വെച്ചൊരു 15 മിനിറ്റ് ഇത് വേവിച്ചെടുക്കാം. പിന്നെ ഇതിൻ്റെ നമ്മളെടുക്കുന്ന പാത്രത്തിൻ്റെ ആ ഒരു അളവിനനുസരിച്ചിട്ട്, ആ ഒരു ഹൈറ്റിനനുസരിച്ചിട്ടാണ് കേട്ടോ വേവുന്ന ടൈമൊക്കെ. തിന്നായിട്ടുള്ള പാത്രമാണെന്നുണ്ടെങ്കിൽ തിന്നായിട്ടാണ് നമ്മൾ മാവ് ഒഴിച്ച് കൊടുത്തതെന്നുണ്ടെങ്കിലൊക്കെ ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വെന്തിട്ടുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കത്തി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കുത്തി നോക്കുന്നുണ്ട്. അപ്പോൾ കുത്തി നോക്കുമ്പോൾ നമുക്കിതിൽ മാവ് ആയിട്ടുണ്ടെങ്കിൽ വെന്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതിലിപ്പോൾ മാവൊന്നുമില്ല. ഇപ്പോൾ ഇത് കറക്റ്റായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എടുത്തിട്ട് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. നന്നായിട്ട് ചൂടാറി വന്നതിന് ശേഷം, നന്നായിട്ട് ചൂടാറിയിട്ടില്ലെങ്കിലും കുറച്ചൊന്ന് ചൂടാറി വന്നതിന് ശേഷം സൈഡൊക്കെ ഇതുപോലെ ഒന്ന് ഒരു കത്തി വെച്ചിട്ട് പിടിച്ച് കൊടുത്തിട്ട് നമുക്കിതൊരു പ്ലേറ്റിലേക്ക് കമഴ്ത്തിയിടാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. റവ ഉണ്ടെങ്കിൽ ആർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു പലഹാരമാണിത്. അപ്പോൾ നിങ്ങൾക്കൊരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്